السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون ويقولون أئنا لتاركو آلهتنا لشاعر مجنون. وقال نبينا محمد صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي قول لا إله إلا الله وأشهد أن الله لا رب غيره وأنك مأمون على كل غائب وأنك أدنى المرسلين شفاعة إلى الله يا ابن الأكرمين الأطايب. അഭ്യന്തരായ വേദിയിലെ പണ്ഡിത സുഹൃത്തുക്കളെ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ സംഗമിച്ച ലക്ഷ്യം കൃത്യമായി മധ്യസ്ഥന്മാർ മുഖാന്തിരം നാം ശ്രവിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പാരമ്പര്യ ഇസ്ലാമിന്റെ പിന്മുറക്കാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅയും നവീനമായി ഇവിടെ കടന്നു വന്ന കേരള നദ്വത്തുൽ മുജാഹിദീനും ഇവിടെ ഒരു സംവാദ വിഷയം തൗഹീദ് ശിർക്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് സംവാദം എന്നുള്ള സംവാദത്തിന്റെ വിഷയം എന്താണെന്ന് പോലും കൃത്യമായി നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അരമണിക്കൂർ സംസാരം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ഞങ്ങളെ വാദം എന്താണ്? ഞങ്ങളെ വാദത്തെ കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് ഞങ്ങൾ വാദിക്കാത്ത കാര്യം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ക്ഷണിക്കുന്ന മാർഗം അനിസ്ലാമികമാണ് എന്നാണ് ഞങ്ങൾ വാദിച്ചത്. എവിടെയാണ് ആ വാദമുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ ക്ഷണിക്കുന്ന മാർഗം അനിസ്ലാമികമാണ് എന്ന് സുന്നികളായ ഞങ്ങൾ വാദിച്ചു. ഇതെവിടെയാണുള്ളത്? മറിച്ച് ഞങ്ങളെ വാദം എന്താണ്? ഞങ്ങളെ വാദം കൃത്യമായി രേഖപ്പെടുത്തി മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദ്, അത് അള്ളാഹുവിന്റെ റസൂൽ പ്രചരിപ്പിച്ച തൗഹീദ് അല്ല. മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദ് അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അവർ ആരോപിച്ചതും ആരോപിക്കുന്നതും ഈ സ്റ്റേജിൽ പോലും ആരോപിച്ച ആരോപണങ്ങൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇതാണ് വാദം. അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ച മാർഗം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് സുന്നികൾ പറഞ്ഞത് സുന്നികളുടെ പേരിൽ പറയാം. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ അരമണിക്കൂർ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലെന്താ പറഞ്ഞത്? അതിൽ വിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകൾ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും, ദുആ ചെയ്യുകയാണെങ്കിൽ ദുആ കേൾക്കൂല. ഇങ്ങനെ ദുആഇനെ പറ്റി പറഞ്ഞ കാര്യം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക, അല്ലാഹുവിനെ കൂടാതെ മറ്റാരോടും ദുആർക്കരുത് എന്ന് പറഞ്ഞ കാര്യം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ആ ദുആ എന്താണ്? ഇവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് ഈ പച്ചവെള്ളത്തിനെ സംബന്ധിച്ച് ഇത് വെള്ളമല്ല, ഇത് കള്ളാണ് എന്ന് വാദിക്കാം. എന്നിട്ട് ഈ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കരുത് എന്ന് പറയുകയും ചെയ്യുക. എന്തൊരു അപരാധമാണ്! ഇതല്ലേ നിങ്ങളെ പ്രസംഗത്തിൽ ഉടനീളം ചെയ്തത്? ഇല്ലേ? ഓരോ ആയത്തും എടുത്തു നോക്കുകയാണെങ്കിൽ ആ ആയത്തിലൊക്കെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവിടെ ദുആയാണ്. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവിടെ ഇബാദത്താണ്. പക്ഷെ ഇവിടെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പച്ചവെള്ളത്തിനെ ഇവരെന്ത് ചെയ്തു? ആദ്യം ഇവർ മദ്യമാണ് എന്ന് സങ്കല്പിച്ചു. ആ സങ്കല്പത്തിന്റെ വെളിച്ചത്തിൽ
പിന്നീട് ഇവർ നമുക്കെതിരിൽ ശിർക്ക് ആരോപിക്കുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ, ഇവരുടെ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ, അല്ലെങ്കിൽ ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കിന്റെ വർത്തമാനങ്ങൾ, ഇവർ ഇവിടെ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യാജമായ തൗഹീദ്, ആ തൗഹീദും അവരുടെ വ്യാജമായ ഈ ശിർക്കിന്റെ പേരിലുള്ള ആരോപണം, ഇത് കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? നേരത്തെ അദ്ദേഹം തന്നെ ഓതി, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവൻ വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈക അന്നഹു ലാ ഇലാഹ ഇല്ലാ അന. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദ്. മുജാഹിദുകളെ, നിങ്ങൾ പറഞ്ഞതല്ല തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദ്. എത്ര സംഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഒരു സഹാബി വന്നുകൊണ്ട് പറയാണ്, നബിയെ, എനിക്ക് ഒരു അടിമയെ മോചിപ്പിക്കൽ ബാധ്യതയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ അരികിൽ ഒരു അടിമയുണ്ട്, ആ അടിമയെ ഞാൻ മോചിപ്പിച്ചാൽ എന്റെ ബാധ്യത വീടുമോ നബിയെ? ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, അടിമയെ വിളിക്കൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. റസൂലുള്ളാഹി അടിമയെ പരിശോധിച്ചു. അത്തശ്ഹദീന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഖാലത്ത് നഅം, അതെ. രണ്ടാമത്തെ ചോദ്യം, അത്തശ്ഹദീന അന്നി റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? ആ അടിമ പെണ്ണ് പറയുകയാണ്, അതെ. എന്നാൽ ഫഅതിഖ്ഹാ, അവളെ മോചിപ്പിച്ചു കൊള്ളുക. ഫഇന്നഹാ മുഅ്മിന, അവൾ മുഅ്മിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൗഹീദ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിപരീത വിശ്വാസം, അതാണ് ശിർക്ക്. നിങ്ങൾ നോക്കൂ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറയാം, അന്ന തൗഹീദ വശിർക ദിദ്ദാൻ, തൗഹീദും ശിർക്കും വിപരീതങ്ങളാണ്. ഫലാത്തി ബിഅഹദി ദിദ്ദൈനി യകൂനു താരികൻ ലിദ്ദിസാനി, അതുകൊണ്ട് തന്നെ തൗഹീദുള്ളയാൾ തൗഹീദുണ്ടായിരിക്കെ അയാൾ മുശ്രിക്കാവില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ഇമാം റാസി തങ്ങളായി പറയുന്നത്, തൗഹീദുള്ളയാൾ തൗഹീദുണ്ടായിരിക്കെ മുശ്രിക്കാവുകയില്ല. മുശ്രിക്കായ അയാൾക്ക് തൗഹീദ് ഉണ്ടാവില്ല. മുശ്രിക്കായാൽ അയാൾ തൗഹീദിലുടമയാവൂല. തൗഹീദുള്ളയാൾ അയാൾ മുശ്രിക്കും ആകുകയില്ല എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഇതാണ് തൗഹീദ്. ഇതല്ലേ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞത്. ഇതിന് വിപരീതമായ ശിർക്കുകാരെയല്ലേ അവർ നേരിട്ടത്? ഇതിന്റെ വിപരീതമായ ശിർക്കിനെയല്ലേ ഇസ്ലാം നിരോധിച്ചത്? ഇതിന്റെ വിപരീതമായ ശിർക്കിനെയല്ലേ ഇസ്ലാം നിരാകരിച്ചത്, നിഷേധിച്ചത്, ശക്തിയുക്തം എതിർത്തത്? കൃത്യമല്ലേ ഈ പറഞ്ഞത്? ഇവർ മനസ്സിലാക്കിയതുപോലെയാണോ? വ്യാജമായ തൗഹീദുമായി വന്നിരിക്കുന്നു നിങ്ങൾ. വർജിതമായ ശിർക്കിനെ നിങ്ങൾ പുതിയ ഒരു നിർവചനം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ പുതിയൊരു വിശദീകരണം കൊടുത്തിട്ട് നിങ്ങൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ പേരിൽ ആരോപിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആരോപണങ്ങൾ? നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇവിടെ ഇബാദത്തിന്റെ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, കുറെ ആയത്തുകളോട് അള്ളാഹുവിനോട് മാത്രമേ ഇബാദത്തിന്റെ ഒരു ഇനമായ ദുആ ചെയ്യാവൂ. ഇന്നമാ അദ്ഉ റബ്ബി, റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യാവൂ. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ആ ആയത്തുകൾ ഓതിയിട്ട് ഇവരെ വകയായിട്ടൊരു ദുആ ഉണ്ടാക്കി. അവിടെ പ്രശ്നം അതാണ്. നിങ്ങളുടെ വ്യാജ തൗഹീദ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ എല്ലാ വിഭാഗത്തിന്റെയും തള്ളി പറയാൻ കഴിയാത്ത നേതാവ് കുഞ്ഞീദ് മദനി, ആ കുഞ്ഞീദ് മദനി അദ്ദേഹം എന്ത് ചെയ്തു വെച്ചോ, ഇന്നമാ അദുഹു റബ്ബി എന്ന് ഓതും. എന്നിട്ട് അത് ആ ദുആഇന് അല്ലെങ്കിൽ ആ ഇബാദത്തിന് ഇവര് ഒരു പുതിയ ഒരർത്ഥം കണ്ടെത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ. ഇലാഹി എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർഹനുള്ളൂ. ഇബാദത്ത് എന്ന് പറഞ്ഞാലോ ആദ്യം നമ്മളെ വക. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നോക്കൂ, കണ്ടോ, പ്രാർത്ഥനയും അഭ്യർത്ഥനയും, പേജ് 19.
ഇതില് പറയുകയാണ്, എന്താ പറയുന്നത്? നമസ്കാരം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമായതുകൊണ്ട് അതും ഒരു ആരാധനയാണ്. എന്നാൽ എന്താണ് പ്രാർത്ഥന, എന്താണ് ദുആ? ഇത് പറയുന്നത് എന്താ? അഭൗതികമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ. എവിടെ കിട്ടി ഇത്? ആദം നബി അലൈഹി സ്വലാം പറഞ്ഞോ? നിങ്ങൾ ഓതിയ ഏതെങ്കിലും ഒരു ആയത്തിൽ ഉണ്ടോ? അരമണിക്കൂർ ഓതി വെച്ച ആയത്തിൽ ഉണ്ടോ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഇത്? നിങ്ങൾ നോക്കൂ, അഭൗതികമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. മനസ്സിന്റെ തേട്ടം എന്ന് പറയാ, ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും പറഞ്ഞോളൊന്നുമില്ല. അത് പ്രാർത്ഥന തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇവരുണ്ടാക്കുകയാണ് ഇതൊക്കെ വരഞ്ഞ ഉണ്ടാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആര് പറഞ്ഞാൽ? ഇവര് പറഞ്ഞാല്. ആരല്ല? നബിമാരല്ല. ആരല്ല? സഹാബത്തല്ല. ഇവര് പറയണേ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇനി ഇവര് ശൈലി ഒന്ന് മാറ്റിയോ? ഇവരെന്നെ ശൈലി മാറ്റുന്നത്. ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ, മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇതാരാണ് ഈ ശൈലി മാറ്റി പറഞ്ഞത്? നബിമാരാ? നിങ്ങൾ ഓതിയ ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തിൽ ഇങ്ങനൊരു ശൈലി പറഞ്ഞിട്ടുണ്ടോ? വാക്കുകളൊന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ വെറുതെ പറയില്ല. ഇവര് തന്നെ ഇവരുടെ വകയായി കൂട്ടിച്ചേർത്ത വാദമാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എ പി അബ്ദുൽ ഖാദർ മൗലവി KNM-ന്റെ ആളഞ്ഞല്ലേ ആണ്. ഇവിടെ KNM-ന്റെ വളരെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ജംഇയ്യത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്. നമുക്ക് കാണാം, നിങ്ങളെ KNM തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഇത് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന ഈ പുസ്തകത്തിന്റെ ഇതിന്റെ 30-ാമത്തെ പേജ്. കൃത്യമായി നിങ്ങൾ നോക്കൂ. ഇതൊക്കെ ഇത് എത്ര ഗൗരവപ്പെട്ടാണിത്. അള്ളാഹുവിന്റെ ദീന് കൊണ്ടാണ് ഈ കളി. ദീനിൽ ഇല്ലാത്തത് നിങ്ങൾ കടത്തിക്കൂട്ടി. എവിടെ കടത്തിക്കൂട്ടി? ഏതെങ്കിലും ഒരു ആചാരത്തിലല്ല, മറിച്ച് തൗഹീദിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അല്ലേ? നമ്മൾ മദ്രസ പഠിച്ചിട്ടില്ലേ? ആ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമല്ലേ? മദ്രസ പഠിച്ചിട്ടില്ലേ? ആ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? തൗഹീദല്ലേ? ആ തൗഹീദിലേക്കാണ് ഈ തിരികെ കയറ്റം. നിങ്ങൾ നോക്കൂ, കണ്ടോ? ഇദ്ദേഹം 30-ാമത്തെ പേജിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാ, ദൈവവിശ്വാസം ഖുർആനിൽ. ഇതിൽ പറയാ, അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ചെയ്യുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിന്റെ തേട്ടമാണത്. ഇയാൾ വാക്ക് മാറ്റിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഉപകാരലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട് തദടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണത്. കണ്ടോ? എന്നിട്ട് പറയാണ്, ഇതിന് എന്ത് പേര് പറഞ്ഞാലും ശരി, എന്ത് പേര് പറഞ്ഞാലും ശരി, സംഗതി ഇതാണ്, അഭൗതികമായ സഹായത്തേട്ടം. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ആരാണിത്? ഇത് നിങ്ങൾ കടത്തിക്കൂട്ടിയത്. നിങ്ങൾ ഓതിയ ആയത്ത് ഇപ്പോ സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ ബിന്നാസ് വരെ നമുക്ക് ഓതാം. എന്നിട്ട് ഓതിയിട്ട് പറയാണ്, എന്ത്? ഈ ആയത്തിലൊക്കെ അഭൗതികം എവിടെ പറഞ്ഞു? എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഇത് എവിടെ? അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ വാദങ്ങൾ എവിടെ? നിങ്ങൾ നോക്കൂ, ഇത് ഇവരുടെ മറ്റൊരു പുസ്തകമാണ്, ജിന്ന വിവാദം വസ്തുതയെന്ത്. ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ എന്താ പറയുന്നത് അറിയോ? ഇത് ഖുർആനും പറഞ്ഞിട്ടില്ല, ഇത് ഹദീസും പറഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾ മുജാഹിദുകൾ ഉണ്ടാക്കിയതാണ്. കണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ട ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. പിന്നെ ആര് പറഞ്ഞതാന്നൊരു സംശയം ഉണ്ടാവും സദസ്സിന്, അല്ലേ?
നാം ആവിഷ്കരിച്ചെടുത്തൊരു വിശദീകരണം മാത്രമാണത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ തൗഹീദ് വ്യാജമാണ്. മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന ഈ തൗഹീദ് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആരോപിക്കുന്ന ശിർക്ക് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം. എന്നിട്ട് ഇതുകൊണ്ട് കെ മൗലവി ആചാര്യനും അപ്പോസ്തലനും സ്ഥാപകനും അല്ലേ, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം ഇതിന്റെ 20-21 പേജുകളിൽ വളരെ കൃത്യമായി കണ്ടോ, ദീനിലില്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിട്ട് പറയാം. എന്താ പറയുന്നത് കണ്ടോ? ഇതില് കൃത്യമായി പറയാണ്, ഇങ്ങനെ അഭൗതികമായ അദൃശ്യമായ മാർഗത്തിൽ ആ നിലക്ക് കണ്ടോ, ഇതിൽ പറയും മറഞ്ഞതായ അധികാര ശക്തി. 19ാമത്തെ പേജിൽ പറയാം, മറഞ്ഞതായ അധികാര ശക്തി ആർക്കെങ്കിലും ഉള്ളതായി നാം ധരിക്കുമ്പോൾ അവരെ നാം ഇലാഹാക്കുകയാകുന്നു ചെയ്യുന്നത്. ആര് പറഞ്ഞു? കെ എം മൗലവി പറഞ്ഞു. എന്താണ് ഈ പുസ്തകത്തിൽ പറഞ്ഞത്? ഈ ജിന്നിവാദം വസ്തുത എന്തെന്ന് പുസ്തകത്തിൽ പറഞ്ഞത് ആരാ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞതല്ല, പിന്നെ ആരല്ല, ഹദീസും പറഞ്ഞതല്ല, പിന്നെ ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞതാണ്. എന്താണിത്? ഞാൻ ഒരിക്കലും ഇതിൽ വളരെ മുതിർന്ന നമ്മുടെ കേരളത്തിലുള്ള വളരെ മുതിർന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടൊക്കെ വളരെ ഉത്തരവാദപ്പെട്ട ഉന്നതമായ സ്ഥാനങ്ങളിൽ ജംഇയ്യത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, KNMന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇരിക്കുമ്പോ നമ്മൾ അവരെ ചെറുതാക്കുകയല്ല, മറിച്ച് വിഷയം നിങ്ങൾ ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. നിങ്ങൾ നോക്കൂ, പിന്നെ ഇത് ആവിഷ്കരിച്ച ഈ കാര്യം എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഓതുക. വിശുദ്ധ ഖുർആനിലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഈ ആയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിടെയും ഇത് രേഖപ്പെടുത്തുകയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെയും പറയാണ് എന്ത്? അഭൗതികമായ സഹായത്തേട്ടം അല്ലാഹുവിനോട് മാത്രം. ആര് പറഞ്ഞു? നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ആ വാക്യത്തിന്റെ അർത്ഥം അഭൗതികമായ സഹായത്തേട്ടം നിന്നോട് മാത്രം, ഭൗതികമായതോ അത് മനുഷ്യന്മാരോട്. ഇങ്ങനെ ആ നിലക്ക് ആരാണത് പറഞ്ഞത്? ഒരു നബിയുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി, ഒരു സ്വഹാബിയുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി. ഇന്നത്തെ ഈ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടോ, അള്ളാഹിനോടെ ദ്വാരക്കാൻ പറ്റുള്ളൂ, അള്ളാഹിനോടെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹിനോട് ദ്വാരക്കാതെ മറ്റു ഇലാഹുമാരോട് ദുആ ചെയ്യുന്നവര് ഹൽഹുന്ന കാശിഫാത്തു ദുർരിഹി ഇങ്ങനെ കുറെ ആയത്ത് ഇങ്ങനെ ഓതുകയെന്നല്ലാതെ നിങ്ങൾ നോക്കൂ, ആ ആയത്തിൽ തന്നെ എന്താ പറഞ്ഞത്? ഇൻ അറാദനിയ അല്ലാഹു തആല എന്നെ കണ്ടോ, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി. അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണം, ഇവിടെ ഈ ബിൽഡിംഗ് തകർക്കണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ, അപ്പോ അള്ളാഹുവിന്റെ ഇറാദത്തിന് എതിരിൽ, അള്ളാഹുവിന്റെ വേണ്ടുകൾക്ക് എതിരിൽ ചെയ്യാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ സുന്നികൾ, അവരാരെങ്കിലും വിചാരിക്കും, നിങ്ങൾ വിചാരിക്കുന്നു അള്ളാഹുവിന്റെ നമ്മളെന്താ പറയല്? ലാ മാനി അലിമാ അഅ്തൈത, നീ തന്നതിനെ തടയുന്നവൻ ഇല്ല, വലാ മുഅ്തി ലിമാ മനഅത. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെല്ലാറുള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലേ? ഇതൊക്കെ അറിയുന്ന ഒരു ജനതയോട് പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടില്ലേ? എത്ര ഗൗരവപ്പെട്ട ആരോപണമാണ് സഹോദരന്മാരെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഇത് ഈ മക്കാ മുശ്രിക്കുകളുടെ ബിംബങ്ങളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അന്ന ഹാദിഹിൽ അസ്നാമ ലാ ഖുദ്റത ലഹാ അലൽ ഖൈരി വശരി, ബിംബങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ കുറെ ഇങ്ങനെ ഓതുക. അതാ ഇൻതദൂഹും ലാ യസ്മഉ ദുആഅക്കും ഒക്കെ അതിൽപ്പെട്ടതാണ്. വിഷയമായി യാതൊരു ബന്ധവുമില്ലാത്ത ആയത്തുകൾ കേൾക്കാനുള്ള ഒരു ഹതഭാഗ്യത്തിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? 10 താഴെ വരുന്ന ഒരു സ്വഹാബി സംഘം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. ആ സ്വഹാബി സംഘത്തോട് റസൂലുള്ളാഹി അസറ കലിമതൻ ഖഫിയതൻ, വളരെ ഗോപ്യമായ ഒരു വാക്ക് പറഞ്ഞിട്ട് പറയാം, ഫലാ തസ്അലുന്നാസ ശൈആ, ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കരുത് കേട്ടോ. ഇനി മുജാഹിദീങ്ങൾ അതിന്റെ അർത്ഥം എന്താ? ഇസ്തിഗാസ ചെയ്യരുത് എന്നാ? അവരിൽ നിന്നൊരു അവരുടെ ചാട്ടമാർ നിലത്ത് വീണാൽ പോലും അത് മറ്റൊരാളെ എടുത്തു കൊടുക്കാൻ അവർ സമ്മതിക്കുമായിരുന്നില്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇതിന്റെ അർത്ഥം എന്താ?
അപ്പൊ അഭൗതികമായത് ചോദിക്കരുതെന്ന് അതിന്റെ അർത്ഥം. എന്തിനാണ് ആ 10 താഴെ വരുന്ന ആളുകളോട് മാത്രം അത് സ്വകാര്യമായി പറഞ്ഞത്? എന്തുകൊണ്ട് അത് വസിയത്ത് ആമത്തായിട്ട് പൊതുവായ നിർദ്ദേശമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാതിരുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ ഓതി വെച്ച ആയത്തുകളുടെ ഓരോ വിഷയങ്ങളും നമ്മൾ ഉദ്ധരിച്ചാൽ, എന്നിട്ട് ഇവര് പറയും ശിർക്കാണെന്ന് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, ഇതേ അദ്ദുആ വൽ ഇബാദ, ഈ അദ്ദുആ വൽ ഇബാദ ഇതിന്റെ 20, 25, 26, 55 പേജുകളില് ഇതിലൊക്കെ പറയണ എന്താ അറിയോ? ഇതിലൊക്കെ പറയുന്നത് മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അത് ശിർക്കാണ് മാത്രമല്ല, അവര് മുശ്രിക്കാണ്, അവര് മുർത്തദ്ദാണ്, അവര് കാഫിറാണ്. കെ മൗലവി അൽ മുർഷിദിന്റെ 133, 134, 137 ഈ പേജുകളിലൊക്കെ ഇത് എഴുതാണ്. അൽ മുർഷിദിയുടെ ആധികാരിക ഗ്രന്ഥല്ലേ, പുസ്തകല്ലേ, ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജീവിതകാലം മരണകാലം എന്ന വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, ഇതേ പുസ്തകത്തിന് അദ്ദുആ വൽ ഇബാദ ഇതിന്റെ 20-ാമത്തെ പേജിൽ പറയാണ് ജീവിതകാലം മരണകാലം എന്ന വ്യത്യാസവും ഒന്നും ഇല്ല. കണ്ടോ, ഈ കാര്യത്തിൽ ഹയാത്തുള്ളവരോട് ഏത് കാര്യത്തില് അവിടെ ആലോചിക്കേണ്ടത്. കണ്ടോ, അഭൗതികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കൽ, അത് പറഞ്ഞോളന്നില്ല, തേടിക്കൊള്ളുന്നില്ല, മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചാ മതി. ആ വിഷയത്തിൽ ജീവിച്ചിരിപ്പുള്ളവരോടെന്നോ മരിച്ചുപോയവരോടെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ആരാണ് എഴുതുന്നത്? നമ്മൾ എവിടുന്ന ഇതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത്. മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും മുജാഹിദുകൾ ആരോപിക്കുന്ന ശിർക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പൊ ഇവരെ ഇതെന്താ? ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ദുആയിരക്കൽ ദുആ. എന്നിട്ട് ആ ദുആക്ക് ഇവരൊരു അർത്ഥം കൊടുക്കണം. ആ അർത്ഥം ഇവരെന്നെ പറയണത് ഖുർആനിലില്ല, ആ അർത്ഥം ഇവരെന്നെ പറയണ ഹദീസിലില്ല, ആ അർത്ഥം ഇവരെന്നെ പറയണത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ആരെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞത്? നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കെതിരിൽ ആരോപിക്കാം. അതാ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ശിർക്ക് ആരോപണം, നിങ്ങൾ ആരോപിക്കുന്ന ശിർക്ക് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നിട്ട് പിന്നെ എന്താ കെ മൗലവി എഴുതിയത് അറിയോ? അൽ മുർഷിദിന്റെ പേജ് 138-ലും 139-ലും എഴുതുകയാണ്, ഇവൻ ഇനി മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുന്നിയാരോട് പറയണം, നിങ്ങൾ ഇനി ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചൊല്ലിയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരണം, എന്നാലേ മുസ്ലിം ആവുള്ളൂ. എന്നിട്ട് മാത്രല്ല, അൽ മുർഷിദിന്റെ 139-ാമത്തെ പേജിൽ പറയാണ്, ഈ ഇങ്ങനെയുള്ള സുന്നികൾ അവർ മരിച്ചാൽ അനന്തരം എടുക്കാൻ പാടില്ല, അവരോട് വിവാഹബന്ധം സഹീഹല്ല. അൽ മുർഷിദിന്റെ 139-ാമത്തെ പേജിലാണ് അല്ലേ? വിശുദ്ധ ഖുർആനിന്റെ പേരിൽ എന്നിട്ട് പറയാം, അദ്ദുആ വൽ ഇബാദയുടെ 54-ാമത്തെ പേജിൽ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പറയണേ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പേരിൽ പറയാം അഭൗതികമായ, അവിടെ എഴുതാ 54-ാമത്തെ പേജിൽ എഴുതാ, അഭൗതികമായ ഗുണമോ ദോഷമോ വരുത്തുമെന്ന നിലയിൽ വന്ദനകർമ്മം മാനസികമായതോ ശാരീരികമായതോ വാചകപരമായതോ ആരാധനയാണ്. ഇത് ആരുണ്ടാക്കിയതാ? ഇത് ഇബാദത്ത്. ദേഹോദിയിലെ കുറെ ആയത്തുകൾ, കാനൂ ബിഇബാദത്തി റബ്ബിഹിം കാഫിരീൻ അൻ ദുആഇഹിം ഗാഫിലൂൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്നൊക്കെ ദുആഇന്റെയും ഇബാദത്തിന്റെയും ആയത്തുകൾ ഓതിയില്ലേ? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ എന്നോതിയില്ലേ? ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക എന്ന ആയത്ത് ഓതിയില്ലേ? അദ്ദുആ ഹുവൽ ഇബാദ എന്ന് ഓതിയില്ലേ? ഒരു ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറഞ്ഞില്ലേ? എന്താ? ഒരാൾ റസൂലുള്ളാഹിനോട് പറയാണ്, എന്താ പറയണത്? എന്തിലേക്കാണ് നബി അങ്ങ് ക്ഷണിക്കുന്നത്? അപ്പൊ അള്ളാഹിനോട് മാത്രം ദുആർക്കണം. എന്നിട്ട് ദുആഇനെ പറ്റി എന്താ പറഞ്ഞത്? ദുആഇനെ പറ്റി ഇവരൊരു വാക്യം ഉണ്ടാക്കണം.
അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലാണ് ഈ ആയത്തിൽ പറഞ്ഞ ദുആർക്കൽ എന്നത് ഇവരുണ്ടാക്കിയതാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ചോദിച്ചതും ഖുർആൻ എത്ര സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചു. ഒരു ഉദാഹരണം മാത്രം പറയാം. മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രതിസന്ധി ഘട്ടത്തിൽ ഈസാ നബിയെ കൊണ്ട് ഗർഭം ധരിച്ചു. പക്ഷേ ഭർത്താവില്ല. വീട്ടുകാരിലേക്ക് വന്നപ്പോൾ അപ്പൊ ആ സമയത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ മറിയം ബീവി, ഈസാ നബി എന്ന് പറഞ്ഞാൽ അപ്പ ജനിച്ചിട്ടുള്ളൂ, നവജാത ശിശുവാണ്, ഒരു ദിവസമായിട്ടുള്ളൂ. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. വിഷമിക്കേണ്ട ഒരു മഹാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ മറിയം ബീവിക്ക് ആശ്വാസായി. വീട്ടിലേക്ക് ചെന്നപ്പോ കൈക്കുഞ്ഞേറ്റാ ചെല്ലുന്നത്. അവർ കളിയാക്കി, പരിഹസിച്ചു. ആ സമയത്ത് പരിഹസിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ഫഅശാറത് ഇലൈഹി. അഭൗതികമായ ഗുണപ്രതീക്ഷ, അഭൗതികമായി ചോദിക്കാൻ വേണ്ടി പറയുന്നു. ഇതിനെ കുറിച്ചല്ലേ നിങ്ങൾ ദുആ എന്ന് പേരിട്ടത്? ഇതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഇബാദത്ത് എന്ന് പേരിട്ടത്? മറിയം ബീവി മുശ്രിക്കായി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇവരുടെ അതേ സംശയമാണ് ബനൂ ഇസ്രായേലിയർ ചോദിക്കുക. എന്താ? കൈഫ നുകല്ലിമു, എങ്ങനെ ഞങ്ങൾ സംസാരിക്കും? മൻ കാന ഫിൽ മഹ്ദി സബിയ, കുട്ടിയല്ലേ, അഭൗതികല്ലേ, അഭൗതിക എങ്ങനെ ചോദിക്കും എന്ന് അന്ന് ബനൂ ഇസ്രായേലികൾ ചോദിച്ച അതേ ചോദ്യം ഇന്ന് ഈ അരമണിക്കൂർ പ്രസംഗത്തിൽ നമ്മളോട് ചോദിച്ചു. അല്ലേ? നിങ്ങൾ ആരുടെ കൂടെയാണ്? ഞങ്ങൾ മറിയം ബീവിയുടെ കൂടെയാണ്. നിങ്ങൾ അന്ന് മറിയം ബീവിയെ ചോദ്യം ചെയ്ത് പരിഹസിച്ച് കളിയാക്കിയ സാക്ഷാൽ ഇസ്രായേലികളുടെ കൂടെ, അല്ലെ? ഇസ്രായേലികളുടെ കൂടെ അല്ലേ നിങ്ങൾ? ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, അല്ലേ? എത്ര അഭൗതികമായ ഗുണപ്രതീക്ഷ. ഹുദൈബിയ സന്ധിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലുമുള്ള സഹാബത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബുഖാരിയിൽ പറയാ, ഫവല്ലാഹി മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുഖാമതൻ. നബി തങ്ങളുടെ മൂക്കിൽ നിന്നുള്ള ആ പദാർത്ഥം പുറത്തേക്ക് വന്നാൽ നമ്മളെ മാതിരിയല്ല, ഭൗതികല്ല. അതിൽ അസാധാരണത്വം, അഭൗതികത സഹാബത്ത് കാണുന്നു. എന്നിട്ട് ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു. മറ്റു സഹാബിമാർ അത് സ്വാംശീകരിച്ച് വാരിയെടുത്ത് ശരീരമാസകലം പുരട്ടുന്നു. നിങ്ങളുടെ നിർവചന പ്രകാരം മുശ്രിക്കായി. കാരണം അഭൗതികാണ്, അഭൗതികാണ്, അല്ലേ? ഇങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അന്ന റസൂലുള്ളാഹി, ഇത് ഇമാം ബുഖാരി തങ്ങൾ 4629 ഹദീസായിട്ട് ഉദ്ധരിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദസ്തകാ യഖറു അലൈഹി ലാ നഫ്സി. റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ആയിഷ ബീവി തടവുകയാണ്. എന്തിനു വേണ്ടി? റജാ ബറകതിഹാ, ബറകത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇത് ഈ അഭൗതികമായ ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണ്. അത് പ്രാർത്ഥനയാണ്, ഇബാദത്താണ് നിങ്ങൾ എഴുതിയത്. എന്നാൽ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്തു. എത്ര സംഭവങ്ങളുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നിങ്ങൾ അൽബാനിനെ സഹീഹാന്ന് പറഞ്ഞു. വസഹഹുൽ അൽബാനിയു, നിങ്ങൾക്ക് വേണ്ടി പറയാം. ആ സഹീഹാന്ന് പറഞ്ഞ സംഭവം എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അന്ന അനസൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അയ്യശ്ഫഅലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങ് ശഫാഅത്ത് ചെയ്യണം നബിയെ. നബിയോട് ശഫാഅത്ത് ചോദിക്കണം. ശഫാഅത്ത് ചോദിച്ചാല് ശിർക്കാന്നല്ലേ? അഭൗതികം ചോദിച്ചാല് ശിർക്കാണെന്നല്ലേ? അഭൗതികമായത് പ്രതീക്ഷിച്ചാല് ശിർക്കാണെന്നല്ലേ? നിങ്ങളെ വാദം, ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ നോക്കൂ, എത്ര ഗൗരവപ്പെട്ട വാദമാണത്. അതുകൊണ്ടാണ് ഞങ്ങൾ വാദത്തിൽ കൃത്യമായി പറഞ്ഞത്, മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന തൗഹീദും മുജാഹിദുകൾ ഇവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോപണം ചെറിയ വിഷയം. അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് ആരോപണത്തെ കുറിച്ച് എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോപണം എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല. ശിർക്കിന്റെ ആരോപണം ഗൗരവമാണ്. ശിർക്കിന്റെ ആരോപണത്തെ കുറിച്ച് ഗൗരവമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ. ശിർക്ക് ഗൗരവമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഗൗരവമായതുപോലെ തന്നെ ശിർക്കിന്റെ ആരോപണവും ഗൗരവതരമാണ്. അത് ചെറിയ വിഷയമല്ല. ശിർക്കിന്റെ ആരോപണം വളരെ ഗൗരവതരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന മനുഷ്യൻ ആരാന്നറിയോ? അയാൾ കുറെ ഖുർആനൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
എന്നിട്ട് വലിയ ഇസ്ലാമിസ്റ്റ് ആയിട്ട് നടക്കും. പക്ഷേ പിന്നെ അയാൾ ഇഅ്തസല അനിന്നാസ്, പിന്നെ ജനങ്ങളിൽ നിന്ന് വിട്ടിട്ട് അവന്റെ അയൽവാസിക്കെതിരിൽ റമാഹു ബിശ്ശിർക്കി, ശിർക്കാരോപിക്കും. ഇത് ഏറ്റവും ഭയപ്പെടേണ്ടതാണെന്ന് ഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.